ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചത് ഞങ്ങളുടെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ 2022 ചേട്ടൻ മരിച്ചാണ് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. അതിനുശേഷം കഴിഞ്ഞ നവംബറിൽ അതിൽ പ്രഗ്നൻ്റ് ആയിരുന്നു, 2-3 months പ്രഗ്നൻ്റ് ആയിരുന്നു. അവൾ നാട്ടിലോട്ട് പോയി. എൻ്റെ പെർമിഷൻ ഇല്ലാതെ അവൾ അബോർട്ട് ചെയ്തു. എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ആഘോഷം നടന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അമ്മയാണ് എല്ലാത്തിനും കൂടെ പോയത് കൊല്ലത്ത്. കഴിഞ്ഞ മണിയൊക്കെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു, വെള്ളിയാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അപ്പം ശനിയാഴ്ച മുതൽ അതിലെ പുതിയ കമ്പനി ജോലി ഇത് പ്രൊമോട്ടറായിട്ട് ഞങ്ങൾ രണ്ടുകൂടെ പോയി ഇൻ്റർവ്യൂ എടുത്തത്. ഞങ്ങൾ പോയിട്ട് അവൾ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം അന്ന് തന്നെ ഉച്ചയ്ക്ക് പറയുന്നു, അവർ കുറേ പിള്ളേർ പറഞ്ഞു സാലറി ഒന്നും പ്രോപ്പറായിട്ട് കിട്ടത്തില്ല, നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ വിട്ട കേസാണ്. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അതിലെ പെട്ടെന്ന് തന്നെ മെനിഞ്ഞാന്ന് വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് ജോലിക്ക് പോകണം. ഓക്കെ, അതില്ലേ ഓക്കെ എന്ന് പറഞ്ഞു. അതിനുള്ള കാര്യങ്ങൾ ഞാൻ പാകിസ്ഥാനിയുടെ ടാക്സിയും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആക്കി. അവർക്ക് വേണ്ട പൈസയും കൊടുത്തു. ഇന്നലെ വന്നിട്ട് ഒരു കാർഡിൻ്റെ എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡും കൊടുത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വലിക്കുന്നു പറഞ്ഞു. അയാൾ ഓക്കെ ആയിരുന്നു, പക്ഷേ ഭയങ്കര സീരിയസ് ആണ്. ഒന്നും വഴക്കിൻ്റെ പുറത്തായിരുന്നു. അയാൾ താഴെ കിടക്കുന്നത്, ഒരാഴ്ച കൊണ്ട് അയാൾ താഴെ കിടക്കുന്നത്, ഞാൻ മുകളിലുമാണ്. ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് പേഴ്സണൽ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇയാളെല്ലാത്തിനും ഓക്കെ ആയിരുന്നു. ഞാൻ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വീക്കെൻഡ് ഞാൻ കഴിക്കാറുണ്ട്, കഴിക്കുന്ന വ്യക്തിയാണ് ഞാൻ. വീക്കെൻഡ് വീട്ടിൽ പറയുന്ന കണക്ക് ഞാൻ ദിവസേന കഴിക്കുന്നൊരു വ്യക്തിയൊന്നുമല്ല. എനിക്ക് ദിവസേന കഴിക്കാൻ പറ്റത്തില്ല. ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണ്. ഞാൻ 2 നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഡെയിലി കഴിക്കുന്നതോ ഒന്നും പോസിബിളായിട്ടുള്ള കാര്യമില്ല. അപ്പം ഞാൻ അവളെ ചേർത്ത് പിടിച്ചു. ഒരുപാട് പ്രാവശ്യം പല വർഷങ്ങളുണ്ടായപ്പോഴും ഞാൻ ചേർത്ത് പിടിച്ച് നിർത്തി കൂടെ. എനിക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അതിലെയും ഭയങ്കര പൊസസീവ്നെസ്സാണ്. ഞാനും അത് തന്നെയാണ്. അപ്പം ഞാനൊരാളുടെ മിണ്ടുന്നതോ അല്ലെങ്കിൽ ഞാനൊരു കൂട്ടുകാരോടെ പോകുന്നതോ പുറത്തു പോയി കഴിക്കുന്നതോ റിലേറ്റീവ്സിൻ്റെ കൂടെ പോയി കാണിക്കുന്നതൊന്നും അതിലേക്ക് ഇഷ്ടമല്ല. അതിൻ്റെ പേരിൽ തന്നെ എനിക്കിപ്പം എൻ്റെ അമ്മയോട് പോലും ഞാൻ മിണ്ടാറില്ല. ഞാൻ 2-3 വർഷമായിട്ട് എൻ്റെ അമ്മയോട് പോലും സംസാരിക്കാറില്ല. വീട്ടിൽ ഞാൻ നാട്ടിൽ പോയാൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിലയുടെ കൂടെ തന്നെയാണ്. ഇവിടെ പോയാലും അവൾ വണ്ടി എടുക്കും, ഞാൻ പുറകെ ഇരിക്കും. ആ ഒരു ലൈഫാണ് എൻ്റേത്. അവളായിരുന്നു എൻ്റേത്, അവൾക്കും ഞാൻ തന്നെ ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചത് ഞങ്ങളുടെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ 2022 ചേട്ടൻ മരിച്ചാണ് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. അതിനുശേഷം കഴിഞ്ഞ നവംബറിൽ അതിൽ പ്രഗ്നൻ്റ് ആയിരുന്നു, 2-3 months പ്രഗ്നൻ്റ് ആയിരുന്നു. അവൾ നാട്ടിലോട്ട് പോയി. എൻ്റെ പെർമിഷൻ ഇല്ലാതെ അവൾ അബോർട്ട് ചെയ്തു. എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ആഘോഷം നടന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അമ്മയാണ് എല്ലാത്തിനും കൂടെ പോയത് കൊല്ലത്ത്. ആ ഒരു 2-3 months എൻ്റെ ജീവിതം മൊത്തത്തിൽ എനിക്ക് ഞാൻ അല്ലാതെ തീർന്നത്. തിരിച്ചു അതിനുശേഷം ഞാൻ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നു. ഞാൻ പോട്ടെ, എനിക്ക് അവളെ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവളെ കൊണ്ടുവന്നു. മോളും വന്നു, അമ്മയും വന്നു. വന്നതിന് ശേഷം ഞാൻ പലരും ചോദിച്ചു, മോളെ എന്തിനാണ് നീ ചെയ്തത്, എന്തിനാണ് കാണിച്ചത്? അപ്പോൾ അവൾ പറയുന്നതെന്ന് വെച്ചാൽ ഇയാൾക്ക് 40 വയസ്സായി, ഇയാളൊരു ഷുഗർ പേഷ്യൻ്റാണ്, ഒരു പെൺകുഞ്ഞാണ്. അപ്പോൾ അടുത്ത കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ അവളെ ആളോ പറഞ്ഞ് പഠിപ്പിച്ചാണ്, എടീ നീ പെട്ടുപോകും, നിനക്കിപ്പോൾ ഒരു പെൺകുഞ്ഞല്ല ഉള്ളൂ, നിനക്ക് ജീവിക്കാം, ഇനിയൊരു കുഞ്ഞായി കഴിഞ്ഞാൽ നീ പെട്ടുപോകും, നീ 4-5 വർഷത്തേക്ക് നിനക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ ചെയ്യരുതെന്ന്. അതിൻ്റെ പൊട്ടത്തരം കേട്ട് അവളത് ചെയ്തു. ഓക്കെ, അതിനുശേഷം വന്നു. ഞാൻ ചോദിക്കുമ്പോഴൊന്നും ഇവർക്ക് പ്രോപ്പറായിട്ടൊരു റിപ്ലൈ അവൾ തരുന്നില്ലായിരുന്നു.